ഇപ്പോൾ കമാൻഡർ അതുൽ പിള്ളൈ നമുക്കൊപ്പം ചേരുന്നു. അതുൽ പിള്ളൈ, വെരി ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ് അതുൽ പിള്ളൈ, കേൾക്കാമോ എന്നെ? ഗുഡ് ഈവനിങ് അരുൺ, കേൾക്കാം. ഓക്കെ, ഫൈൻ. അതുൽ പിള്ളൈ, എനിക്ക് 1-2-3 സംശയങ്ങളുണ്ട്. അതിലൊരു കാര്യം, ഇപ്പോൾ ഇന്ദ്രബാലുമായി ഞാൻ സംസാരിച്ചപ്പോൾ ഇന്ദ്രബാലൻ പറഞ്ഞൊരു കാര്യം, ഈ 6 നോട്ടായിട്ട് ഇങ്ങനെ ഈ ഒഴുക്ക് നിൽക്കുകയാണെങ്കിൽ ഇത് നിയർ ടു ഇമ്പോസിബിൾ ആണ് അതിനുള്ളിലേക്ക് കടന്ന് അർജുനെ കണ്ടെത്തുക എന്നുള്ളത്. ഒരുപക്ഷെ ലോറി കണ്ടെത്താൻ നമുക്ക് ഈ ഈശ്വർ മാൽപ്പയ്ക്കൊക്കെ കഴിഞ്ഞേക്കാം, പക്ഷേ എങ്ങനെയാണ് ആ ട്രക്കിൻ്റെ ക്യാബിൻ കണ്ടെത്തുക, അവിടെ പോയി വാതിൽ കണ്ടെത്തുക, ഇതൊക്കെ വളരെ ദുഷ്കരമാണ്, നിയർ ടു ഇമ്പോസിബിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റു ചില ഓപ്ഷനുകൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങേക്ക് എന്താ തോന്നുന്നത്? സെപ്റ്റംബർ വരെ കാത്തിരിക്കണം ഇതിൻ്റെ ഒഴുക്കൊന്ന് കുറയാനെന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞത്. കേണൽ അതുൽ പിള്ളൈ, ഈ ഒഴുക്ക് സെപ്റ്റംബർ വരെ ആണെന്നുള്ള അതിന്റെ നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഒഴുക്ക് ആ സീസൺ ഓക്കെ, ജനറലി നമ്മുടെ വാട്ടേഴ്സിലെ റിവേഴ്സിലൊക്കെ ഒരു മോൺസൂൺ സീസൺ ആകുമ്പോൾ ഒഴുക്ക് കൂടുതലുള്ള, പക്ഷെ ദാറ്റ് ഡസൻ മീൻ അത് ഫുൾ മോൺസൂൺ സീസണിൽ ഒഴുക്ക് അത്രയുണ്ട്. ഓൺ ആൻ ആവറേജ് ഇച്ചിരി കാണുമായിരിക്കും, പക്ഷെ വി എക്സ്പെക്ടിങ് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴുക്ക് കുറയുമെന്നുള്ള. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒഴുക്കിന്റെ ഒരു ഇത് കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ, ഈ ഞാൻ ഡേ 1 തൊട്ട് പറയും, നമുക്ക് ഈ ഒരു 6 knots കറന്റ് ആകുമ്പോൾ ഡൈവിങ് ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് ഞാൻ ഡേ 1 തൊട്ട് പറയുന്നത്. പക്ഷെ that doesn't mean that we should keep our hands closed and we just sit watching. അതുകൊണ്ട് ഈശ്വർ മാൽപ്പ ഇന്നിപ്പോൾ ഇറങ്ങി, എനിക്കൊന്നു നമ്മുടെ ഒരു ചട്ടം അനുസരിച്ചും ഈ 6 knots ഇറങ്ങാൻ അനുവദിക്കുന്നില്ലല്ലേ? എനിക്കൊന്ന് അതിൻ്റെ ഫൈനൽ പെർമിഷൻ കൊടുക്കേണ്ടത് ഇവൻ നേവി തന്നെയാണെന്ന് തോന്നുന്നു. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പോലും അതിന് കൊടുക്കാനുള്ള അനുവാദമില്ല. നേവിയുടെ ഒരു പ്രസൻസിൽ 3 knots മുകളിൽ പോലുള്ളൊരു ഒഴുക്കിൽ ഒരു സിവിലിയനെ ഒരു റെസ്ക്യൂ ആക്ടിവിറ്റിക്ക് നമുക്ക് ചട്ടപ്രകാരം വിടാൻ പോലും കഴിയില്ല. പക്ഷേ എന്തിനും അസാധാരണമായ ഒരു ധൈര്യമാണ് നിങ്ങളെല്ലാവരും കാണിച്ചത്. ഒരു തവണ ഒഴുക്കിൽ പോകുന്ന അവസ്ഥയുണ്ടായി, നേവി പോയി വളരെ പെട്ടെന്ന് രക്ഷിച്ചുകൊണ്ട് വരുന്ന കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള അസാധാരണമായ സാഹചര്യം പോലും നമ്മളിവിടെ പരിശോധിക്കുന്നുണ്ടല്ലേ അതുൽ പിള്ളൈ? അതെ, അത് എവറി ഓർഗനൈസേഷൻ, എവറി പേഴ്സൺ, എവറി മീഡിയ പേഴ്സൺ എല്ലാവരും അവിടെ നിൽക്കുന്ന ഒരേ ഒരു മിഷൻ, ഒരേ ഒരു മിഷൻ. മീൻസ് നമുക്ക് ആ ഒരു മിഷൻ എല്ലാവരുടെയും സെയിം ആണ്. വേസ് മേ ബി ഡിഫറെന്റ്, തിങ്സ് മേ ബി ഡിഫറെന്റ്, ബട്ട് മിഷൻ ഈസ് സെയിം ഫോർ എവറി വൺ. കറക്റ്റ്. ഇന്നിപ്പോൾ ഈ ഈശ്വർ മാൽപ്പ ഇറങ്ങി. ഈ ഈശ്വർ മാൽപ്പയെക്കുറിച്ച് നമ്മളും ഇന്നാണ് കൂടുതൽ കേൾക്കുന്നത്. അക്വാമാൻ എന്നാണ് വിളിക്കുന്നത്. ഇതേപോലെ കടലിൻ്റെ അടിത്തട്ടിലും ഒഴുകുന്ന പുഴയിലും ഒക്കെ ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഹിസ്റ്ററി പറയുന്നത്. അവരുടെ കൂടെയുള്ള സംഘാംഗങ്ങളും വൈദഗ്ധ്യമുള്ളവരാണ്. നമ്മളിന്നിപ്പോൾ ഇറങ്ങുന്നത് കണ്ടപ്പോൾ അത് ഏറെക്കുറെ ബോധ്യമായി. ഈ മുളയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അവിടെ ആഴം അളക്കുന്നതും കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നതും. വളരെ പ്രാഥമികമായ, പക്ഷേ അവരുടെ ടാലൻറ്റ് വളരെ മികച്ചതാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതായിരിക്കും ഒരുപക്ഷെ നേവിയും തീരുമാനിച്ചിട്ടുണ്ടാവുക. എൻ്റെ ഒരു സംശയം, ഈ ചെളിയൊക്കെ കിടക്കുന്ന സ്ഥലത്ത് ഈ മാൽപ്പയെ പോലെയുള്ള ആളുകൾ പോലും ഡൈവ് ചെയ്യുമ്പോൾ ഈ 2 കേബിളുകളും കുരുങ്ങാനുള്ള സാധ്യത കൂടുതലല്ലേ? ഒന്ന് അദ്ദേഹത്തെ നിയന്ത്രിച്ചിരിക്കുന്ന കേബിള്, 2 അദ്ദേഹത്തിന് ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു കേബിള്. അപ്പോൾ ഇത് കുരുങ്ങുകയാണെങ്കിൽ അത് ഈശ്വർ മാൽപ്പയ്ക്ക് തന്നെ അപകടമാവില്ലേ? അങ്ങനെ വെള്ളത്തിൽ കുടുങ്ങിയാൽ അയാളെ നമുക്ക് രക്ഷിച്ചെടുക്കലും ബുദ്ധിമുട്ടാവില്ലേ? അതെ, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഈ ഡൈവിങ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് വൺ ഓഫ് ദി ഹയസ്റ്റ് പ്രൊഫഷണൽ സ്കിൽസ്. അതിൽ സേഫ്റ്റി അറ്റ് സ്റ്റേക്ക്, ആ ഡൈവറിന്റെ സേഫ്റ്റി ഈസ് അറ്റ് സ്റ്റേക്ക്. അതുകൊണ്ടാണ് ഡൈവിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാൾ മാത്രം ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ പോയി ഡൈവ് ചെയ്യുമല്ല. ഡൈവിങ് സൂപ്പർവൈസർ, സ്റ്റാൻഡ് ബൈ ഡൈവർ, പിന്നെ ബോട്ട് ഓപ്പറേറ്റർ. അപ്പോൾ ഒരു 3-4 പേര് ചേർന്നുള്ള ഒരു ഇതാണ് ഡൈവിങ് എന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് പ്രൊഫഷണലി സ്കിൽഡ് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇടയ്ക്ക് പിന്നെയും ഞാൻ പറയുന്നത്, ഈ നേവിയുടെ ഡൈവിങ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൺ ഓഫ് ദ ടഫസ്റ്റ് ട്രെയിനിങ് ആണ് മാർക്കോസ് കഴിഞ്ഞാൽ. ഗ്രേറ്റ്. ഇത് എന്താ തോന്നുന്നത്? ഇതിപ്പം ഏറെക്കുറെ അതിനുള്ളിലേക്ക് പോയി 0 വിസിബിലിറ്റിയിൽ അവിടേക്ക് എത്തി അർജുനെ കൊണ്ടുവരിക എന്നുള്ളത് ഏറെക്കുറെ ദുഷ്കരമാണ് എന്നാണ് പറയുന്നത്. ശരി, ഒഴുക്ക് കുറഞ്ഞാൽ പോലും നമുക്ക് 0 വിസിബിലിറ്റിയിൽ ഈ ട്രക്കിൻ്റെ ഡോറ് കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ ഡേ 1 മുതൽ അങ്ങോട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യം, നമുക്ക് ആർക്കും ഉത്തരം കണ്ടെത്താൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം ഇങ്ങനൊരു അവസ്ഥ ആർക്കും നമ്മൾ നേരത്തെ ഉണ്ടായിട്ടില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ നേരത്തെ ഇന്ദ്രബാലൻ പറയുന്നത് നമുക്ക് ബാർജ് കൊണ്ടുവരിക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നു. ആ ബാർജ് കൊണ്ടുവന്ന് അവിടെ ഒരു ക്രെയിനോ ഇതേപോലെ ഏതെങ്കിലും ഒരു മെഷീനറി സ്ഥാപിച്ചതിന് ശേഷം ലിഫ്റ്റ് ചെയ്തതിന് ശേഷമേ നമുക്കിനി അർജുനെ എടുക്കാൻ കഴിയൂ എന്നൊരു ഓപ്ഷനാണ് അദ്ദേഹം പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഈ ബാർജ് കൊണ്ടുവന്നിട്ടുള്ള ഓപ്പറേഷൻ്റെ എനിക്കത് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ്
അതൊരു ആ ഒരു മേഖല അത് ചെയ്യുന്നവർക്കേ അത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ കറണ്ട് അവിടെ തന്നെ നിൽക്കും. നമ്മുടെ മെയിൻ പ്രശ്നം എപ്പോഴും കറണ്ടാണ്. ബാർജ് കൊണ്ടുവന്നോണ്ടോ നമ്മളൊരു വലിയൊരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നോ ഷിപ്പ് കൊണ്ടുവന്നാണ് എൻഡ് ഓഫ് ദ ഡേ കറണ്ട് അവിടെ അത്രയും ഹൈ ആണ്. അപ്പോൾ നമ്മുടെ ഏതൊരു മെഷീനറി ആയാലും ശരി, ഒരു റിമോട്ട്ലി ഓപ്പറേറ്റഡ് ക്യാമറ ആയാലും ശരി, എനിത്തിങ് വിച്ച് ഗോസ് ഇൻസൈഡ് ഹാസ് ടു ആ ഒരു കറണ്ട് ഫേസ് ചെയ്യണം. കമാൻഡർ അതുൽ പിള്ളൈ, നമ്മുടെ റിയർ അഡ്മിറൽ KM രാമകൃഷ്ണൻ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നേവിയിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ അവൈലബിൾ ആയിരിക്കുന്നതിൽ വെച്ച് ആ മേഖലയിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ അവിടെ എത്തിയത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ അത്രമേൽ സീരിയസ് ആയി തന്നെ നേവി ഈ ഒരു ഓപ്പറേഷനെ കാണുന്നുണ്ട്. അതെ, അത് നേവി ഡേ 1 തൊട്ട് സിവിൽ അഡ്മിനിസ്ട്രേഷൻ, ഞങ്ങളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി സിവിൽ അഡ്മിനിസ്ട്രേഷൻ A2 സിവിൽ പവർ നമ്മുടെ ഒരു വൺ ഓഫ് ദി ഫണ്ടമെന്റൽ സർവീസ്. The moment civil administration ask anything for us, we go. അങ്ങനെ ഒരു ടാസ്ക് വന്നപ്പം നേവി വാസ് pretty sure എന്തോ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിങ് തൊട്ട് നമ്മുടെ പ്ലാൻ വാസ് റെഡി ആൻഡ് വി ആർ സ്റ്റിക്കിംഗ് ടു ദ പ്ലാൻ. ഓൺലി ആ സെക്കൻഡ് പാർട്ട് ഓഫ് ദ പ്ലാൻ വേർ ഡൈവിംഗ് ചെയ്യണം, അത് പറ്റില്ല. പക്ഷെ എനി വിച്ച് വേ ഇന്ന് പിന്നെയും സോണാർ ഓപ്പറേറ്റേഴ്സ് ഇന്ന് സ്കാൻ ചെയ്തായിരുന്നു. ആൻഡ് സോ അവർ ഇന്ന് രാത്രിയിൽ അത് ഡേറ്റ അനലൈസ് ചെയ്തിട്ട് നമുക്ക് നാളെ ഒരു പിക്ചർ ഇറക്കി അന്നത്തെ ഫസ്റ്റിൽ നമ്മൾ എടുത്തതിൻ്റെ ഒരു സെക്കൻഡിലുള്ള ഡിഫറൻസ് എത്ര ഉണ്ടെന്ന്. ഇന്നും മഴയൊക്കെ ആയതുകൊണ്ട് വൺ ഓഫ് ദി ലാപ്ടോപ്സ് ഒക്കെ ഇച്ചിരി ബിക്കോസ് ഓഫ് വെള്ളമൊക്കെ ഇതായി. പിന്നെ അവർ എക്യുപ്മെന്റ്സ് ചേഞ്ച് ചെയ്ത്, സോ അതുകൊണ്ട് ഇന്നിച്ച് ഡിലേ ആയത് സ്കാനിങ് ചെയ്യാൻ. സോ നാളെ നമുക്ക് അറിയാൻ പറ്റും അവർക്ക് ശരിയായിട്ടുള്ള സ്കാൻ കിട്ടിയോ അതല്ലയോ എന്ന്. ഇന്ന് രാത്രിയിൽ അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു കമാൻഡർ അതുൽ പിള്ളൈ. നമുക്ക് നാളെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, ഇന്നത്തെ സോണാർ ടെസ്റ്റിൻ്റെ സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇമേജും കൂടി നാളെ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം. പ്രേക്ഷകർ വളരെ കാത്തിരിക്കുകയാണ്. നമ്മൾ അക്ഷമരാവുക എന്നൊക്കെ പറയുന്നത് ഈ ഘട്ടത്തിലാണ്. പക്ഷേ 12 ദിവസം വലിയ കാത്തിരിപ്പാണ്. ഇങ്ങനെയൊന്നും നമ്മളുടെ ഒരു ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. താങ്ക് യു കമാൻഡർ അതുൽ പിള്ളൈ.